ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് നമ്മുടെ +2 ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും +1 എക്സാം നടക്കട്ടെ, അതിൻ്റെ മുമ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നന്നായി പഠിക്കുക. ഇതുപോലെ +1 പോലെ തന്നെ ഇതിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നറിയാം? 18 ചാപ്റ്റേഴ്സ് ഉണ്ട്. 2 പാർട്ടായിട്ടാണ് ബുക്കുള്ളത്. പാർട്ടായിട്ട് ഒരു ബുക്കിൽ തന്നെ +1 പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് 9 ചാപ്റ്റർ ഉണ്ട്. ദെൻ സെക്കൻഡ് പാർട്ടിലും 9 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് പാർട്ട് 1 പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, അതിലൊരു 9 ചാപ്റ്റർ. പാർട്ട് 2 കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്, അങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ ഒരു 9 ചാപ്റ്റർ. അങ്ങനെ വേറെ 18 ചാപ്റ്റേഴ്സ് ഇൻ ടോട്ടൽ അല്ലേ? ഇതിൽ നിന്നാണ് ഒരു 18 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, +2 ടോപ്പിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ +1 അപേക്ഷിച്ച് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനെടുത്ത ഒരു കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ റിപ്പബ്ലിക്കായ, പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ഇവിടെ ഭരിച്ച, അങ്ങനെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്ന ടോപ്പിക്ക്. അത് തന്നെ. പിന്നെ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് എന്നുള്ളതിൽ നമ്മളെ ശീതസമരം, കോൾഡ് വാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉദ്ദേശിച്ചത്. പിന്നെ സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, അങ്ങനെ അല്ലേ, അതായത് ചേരിചേരാ പ്രസ്ഥാനം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലും അങ്ങനെ കുറച്ചൊക്കെ പഠിച്ചതിൻ്റെ ഒരു ഏകദേശം ഒരു കണ്ടിന്യൂഷനൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ ഈസിയാണ് പഠിക്കാൻ കുറച്ചും കൂടെ കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഒന്നാമത്തെ ചാപ്റ്റർ ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. ചലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിംഗ്, അതായത് രാഷ്ട്ര നിർമ്മാണത്തിലെ പ്രതിസന്ധികൾ. രാഷ്ട്ര നിർമ്മാണത്തിലെ പ്രതിസന്ധികൾ എന്ന് ഉദ്ദേശിച്ചത്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി, ആ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമുക്കറിയാം ഒരു ഡെമോക്രാറ്റിക്കായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പാർലമെൻ്ററി സംവിധാനത്തോടു കൂടി ഒരു ഇന്ത്യയെ സ്ഥാപിച്ചു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലാണല്ലോ ഇന്ത്യ എന്ന രാജ്യം പോകുന്നത്. ആ ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു അന്നത്തെ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം അവിടെ. ചലഞ്ചസ് ഫോർ ദ ന്യൂ നേഷൻ. അറ്റ് ദ ഹവർ ഓഫ് മിഡ്നൈറ്റ് ഓൺ 14th August 1947, India attained independence. Jawaharlal Nehru, the first Prime Minister of India, addressed a special session of the Constituent Assembly that night. The speech came to be known as Trust with Destiny. Trust with Destiny. Through this speech, Nehru advised the members of the House to dedicate themselves for service of the nation. ഓക്കെ, അതായത് നമുക്കറിയാം 1947 August 14 നമുക്ക് എന്ത് ചെയ്യുന്നത്? അർദ്ധരാത്രിയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അല്ലേ? ബ്രിട്ടീഷ് രാജ്ഞിയായ ക്ലെമൻ്റ് ആറ്റ്ലിയിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങുന്നത് എന്താണ്? 1947 August 14 മിഡ്നൈറ്റിലാണ്. ആ ഒരു സമയത്തെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന, നമുക്കറിയാം ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം കുറേ കാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്നൊരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അല്ലേ? ജവഹർലാൽ നെഹ്റു അഡ്രസ്ഡ് ദ സ്പെഷ്യൽ സെഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ സ്പെഷ്യൽ സെഷനെ അഡ്രസ്സ് ചെയ്തിട്ട് അദ്ദേഹം അന്നൊരു സ്പീച്ച് നടത്തി. ആ സ്പീച്ചിൻ്റെ പേര് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. എന്താണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി? അതിൻ്റെ മലയാളം മീനിങ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ്. അപ്പം ദ ഫേമസ് സ്പീച്ച് കണ്ടക്റ്റഡ് ബൈ ദ ജവഹർലാൽ നെഹ്റു അറ്റ് ദ മിഡ് നൈറ്റ് ഓഫ് 1947 ഓഗസ്റ്റ് 14 എന്നൊക്കെ ചോദിച്ചിട്ട് എക്സാമിന് ചോദിക്കാം. അല്ലെങ്കിൽ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ച് റിലേറ്റഡ് വിത്ത് ഡാഷ്, ആരുമായിട്ടാണ് റിലേറ്റഡ് വിത്ത്? അപ്പോൾ എന്താണ് ജവഹർലാൽ നെഹ്റു, വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഇനി ഇന്ത്യയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനോട് അവരുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇതിന് വേണ്ടി ഫോർ ദ നേഷൻ ബിൽഡിങ് അല്ലെങ്കിൽ ഫോർ ദ സർവീസ് ഓഫ് ദ നേഷൻ. അപ്പോൾ ഇനി കാര്യങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക നമ്മുടെ കൈകളിലൊക്കെ ആയി. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം വന്നു ചേർന്നു. ആ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്പീച്ചാണത്. അപ്പോൾ ആ സ്പീച്ചിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം, ആരാണ് സ്പീച്ച് നടത്തിയതും. ഓക്കെ. ഇനി നെക്സ്റ്റ് മേജർ ഗോൾസ് ഓഫ് അവർ നാഷണൽ മൂവ്മെൻറ്റ്. നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മുടെ ലീഡേഴ്സിന് കുറച്ച് ഗോൾസ്, കുറച്ച് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഷുഡ് ബി ഫോംഡ് ഇൻ ദ കൺട്രി. അല്ലേ, നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ജനാധിപത്യ സംവിധാനത്തോടു കൂടിയ ഒരു ഗവൺമെൻറ് ഇവിടെ നിലവിൽ വരണം. രണ്ടാമത്തത് ദ ഗവൺമെൻറ് ഷുഡ് ഫങ്ഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെ ഫോം ചെയ്യുന്ന ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം? വെൽഫെയർ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഗോള്, ലക്ഷ്യങ്ങൾ. സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ. ഒന്നാമത്തെ ഗോൾ എന്തായിരുന്നു? ജനാധിപത്യ സംവിധാനത്തിലൂടെയുള്ള ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുക. രണ്ടാമത്തേത് ഇങ്ങനെ ഫോം ചെയ്യുന്ന ഗവൺമെൻറ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് പറയാം സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങളുടെയും ഉന്നമനവും കൂടിയാണ് ഈ ഒരു നാഷണൽ മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് അതിന് ശേഷം പറയുന്ന ഒരു മൂന്നാമത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 challenges ഓഫ് നാഷൻ ബിൽഡിംഗ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ 3 വെല്ലുവിളികളാണ്, ചലഞ്ചാണ് ഇവിടെ പറയുന്നത്. ഈ 3 വെല്ലുവിളികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കാത്ത എക്സാം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ +2 എക്സാമിന് കഴിഞ്ഞ് അതിൽ ഫോക്കസ് ഏരിയയിലും ഈ ഭാഗം ചോദിച്ചിരുന്നു. അപ്പോൾ വാട്ട് ആർ ദ 3 challenges ഓഫ് ദ നാഷൻ ബിൽഡിംഗ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ എന്തെല്ലാം? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആ 3 ചലഞ്ചിൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത രൂപത്തിൽ 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പേര് മാത്രം പോരാ, അതിൻ്റെ കൂടെ കുറച്ച് എക്സ്പ്ലനേഷനും കൂടെ ഉണ്ട്. അപ്പം ഞാനത് ടെക്സ്റ്റ് ബുക്കിലാണ് വായിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ എന്ത് ചെയ്യണം, ഞാനത് ഫോട്ടോ എടുത്തിട്ട് ഇതിൽ വിട്ടുതരുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ PDF നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചലഞ്ച് 3 challenges ആദ്യം ഞാൻ പറയാം. ഒന്നാമത്തത് ടു ബിൽഡ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ്ഡ് 3 kinds ഓഫ് challenges അല്ലേ. ഫസ്റ്റ് ചലഞ്ച് ടു ബിൽഡ് ദ നേഷൻ ആൻഡ് ദ സെക്കൻഡ് ചലഞ്ച് ഈസ് ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ടു എൻഷുർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ് ഓഫ് എൻറ്റയർ സൊസൈറ്റി. ഓക്കെ, നമ്മൾ മേജർ ഗോളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതൊരു ചലഞ്ചായിരുന്നല്ലോ അല്ലേ. ഒന്നാമത്തെ ടു ബിൽഡ് എ നേഷൻ അല്ലേ, ഒരു കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രം നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രം സംവിധാനം ചെയ്യുക ഒന്നാമത്തത്.
രണ്ടാമത്തെ ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ജനാധിപത്യ വ്യവസ്ഥയോട് കൂടിയ ഒരു ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുക. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടു എൻഷുർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ എൻ്റയർ സൊസൈറ്റി, സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളുടെയും പുരോഗതിയും അതുപോലെ തന്നെ അവരുടെ ക്ഷേമവും ഉറപ്പുവരുത്തുക. ഇതായിരുന്നു മൂന്നാമത്തെ വെല്ലുവിളി. ഇതൊന്നും എന്ത് ചെയ്തില്ല, സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എന്താണ്, നമ്മുടെ കൈകളിലായിരുന്നില്ല ഭരണം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും അതിൽ ഇടപെടുന്നതിൽ നമുക്ക് ചില തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനും ഇവിടെ ബാക്കി കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാനും പിന്നെ ആരാ ഉള്ളത്? ഇന്ത്യക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ വലിയ ചലഞ്ചായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് ടു ബിൽഡ് ദ നേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഹെഡിങ് ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നേഷൻസ്, അല്ലേ? യുണൈറ്റഡ് നേഷൻ, ഒരു ഏകീകൃത ഇന്ത്യ ഫോം ചെയ്യുക എന്ന ഒരു ചലഞ്ചായിരുന്നു ആദ്യത്തെ ചലഞ്ച്. അതായത് the huge size of the country and the diverse culture and language and religions made India a land of diversities. If some feared that a land of such linguistic, religious and cultural diversities would not remain united for long, nobody then could have been blamed. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റിയോട് നിറഞ്ഞതാണ്. അതായത് വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു നാടാണ് നമ്മുടെ രാജ്യം. എന്തിലൊക്കെ ഉണ്ട് വൈവിധ്യം? കൾച്ചറിലുണ്ട്, ലാംഗ്വേജിലുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? സാംസ്കാരികപരമായും ഭാഷാപരമായും മതപരമായും ഒട്ടുകളെ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു രാജ്യമാണ് ഇന്ത്യ, അല്ലേ? ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ ആ 28 സംസ്ഥാനങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുള്ള ആളുകളാണ്, ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല റിലീജിയനായിട്ടുള്ള ഗ്രൂപ്പുകൾ ഓരോ സംസ്ഥാനത്തും മെജോറിറ്റി മൈനോറിറ്റിയൊക്കെ ആയിട്ട് മാറി മാറി വരുന്ന ഒരവസ്ഥ. കാരണം ഡിഫറെൻറ്റ് റിലീജിയസ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഡൈവേഴ്സിറ്റി നിറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനത്തെ ഒരു യുണൈറ്റഡ് നേഷൻ, ഒരു ഏകീകൃത ഇന്ത്യ, ഇവരെല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റം, എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കുടക്കീഴിൽ നിർത്തുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് മനസ്സിലാവാം. Okay, the post-partition violence and trauma of the displacement only added to their fear. Can India survive as a united nation despite of all regional and subnational identities? Such serious question came up before every thinking of Indian, അല്ലേ? ഇപ്പം നമുക്കറിയാം. അപ്പോൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. കാരണം അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു സന്തോഷകരമായ ഒരു കാലഘട്ടത്തിലൂടെ അല്ല കുറച്ച് കാലം ഇന്ത്യ പോയിരുന്നത്. കാരണം നമുക്കറിയാം വിഭജനം എന്ന പ്രധാനപ്പെട്ട ഒരു വൂണ്ട് എന്തായിരുന്നു അന്ന് ഇന്ത്യക്കാരുടെ മനസ്സിലൊക്കെ ആഴത്തിൽ മുറിവേറ്റ, അതായത് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു, അല്ലേ? പാർട്ടീഷൻ. അപ്പോൾ ആ വിഭജനവും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ, അല്ലേ? ജനങ്ങൾ ഒരു ഭാഗത്തു നിന്ന് വേറെ ഭാഗത്തേക്ക് പലായനം ചെയ്തു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തു? ഇതൊക്കെ ഈ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു രാജ്യമായതുകൊണ്ടും കൾച്ചറൽ ലിംഗ്വിസ്റ്റിക്കും റിലീജിയനായിട്ടൊക്കെ ഡൈവേഴ്സിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടീഷനും അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു ഡിസ്പ്ലേസ്മെൻ്റൊക്കെ അവിടെ വന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലൊക്കെ ഇന്ത്യക്കാരുടെ മനസ്സിൽ വളരെയധികം എന്തുണ്ടായിരുന്നു? ഒരു ഫിയർ ഉണ്ടായിരുന്നു. എന്തിച്ച് ഹൗ ടു ബിൽഡ് എ യുണൈറ്റഡ് നേഷൻ, എങ്ങനെ ഒരു ഏകീകൃത ഇന്ത്യയെ സ്ഥാപിക്കും എന്ന കാര്യത്തിൽ.
ഓക്കെ, അതാണ് ഒന്നാമത്തെ ചലഞ്ച്. നെക്സ്റ്റ് ചലഞ്ച് ടു എസ്റ്റാബ്ലിഷിങ് ഡെമോക്രസി വാസ് എ സെക്കൻഡ് ചലഞ്ച് അല്ലേ. എസ്റ്റാബ്ലിഷിങ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ജനാധിപത്യ സംവിധാനത്തോടു കൂടിയ ഒരു ഗവൺമെൻറ്റിനെ പുനഃസ്ഥാപിക്കലല്ല സ്ഥാപിക്കുക, അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ സ്ഥാപിക്കുക. ഇറ്റ് വാസ് ദ സെക്കൻഡ് ചലഞ്ച് അല്ലേ, അതായിരുന്നു രണ്ടാമത്തെ ഒരു വെല്ലുവിളി. ദ സെക്കൻഡ് ചലഞ്ച് ഇന്ത്യ ഫേസ്ഡ് വാസ് ദാറ്റ് ഓഫ് എസ്റ്റാബ്ലിഷിങ് ഡെമോക്രസി. It is true the Constitution granted fundamental right to all citizens. Every citizen had the right to vote, and we had adopted a representative democracy based on parliamentary form of government. These provisions of the Constitution ensured political competition. The nation as a whole had to develop democratic practices as per the provision of the Constitution. അപ്പോൾ രണ്ടാമത്തെ ചലഞ്ച് എന്താണ്, ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതായിരുന്നു രണ്ടാമത്തെ ചലഞ്ച്. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലി ഫോം ചെയ്തു. അതിനുശേഷം 1950 ജാനുവരി 26 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നിലവിൽ വന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറയുന്നത്, എന്ത് രൂപത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്? ഡെമോക്രസി ബേസ്ഡ് ഓൺ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, പാർലമെൻ്ററി സംവിധാനത്തോടു കൂടിയ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇന്ത്യ. അതായത് രാജഭരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, പാർലമെൻ്ററി സംവിധാനത്ത്, അതായത് ഇലക്ട്രൽ പ്രോസസ്സിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി, അതാണ് പാർലമെൻ്ററി സംവിധാനം അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടും. അപ്പം എല്ലാ വിഭാഗം ജനങ്ങളും ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്തായിരിക്കും, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ്സ് അല്ലേ, ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആ ഒരു ബിൽഡിന് വേണ്ടി, അത് നിർമ്മിക്കുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തം അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചലഞ്ചായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ചലഞ്ചിനൊരു പരിഹാരമാണ് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത് അങ്ങനെ അത് കാര്യങ്ങൾ. അപ്പോൾ ഇതായിരുന്നു സ്വാതന്ത്ര്യം നേടിയ ഉടനെ ഇതിനെ പറ്റിയിട്ട് എന്തില്ല, ഒരു ഐഡിയ ഒന്നുമില്ല, എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഭരണം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റൊക്കെ എങ്ങനെ ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചലഞ്ച്. ഓക്കെ, ആൻഡ് തേർഡ് challenge was that of working for the well-being and the development of the entire society, leaving not even a single sections of the society അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളുടെ ഉന്നമനവും ക്ഷേമവും പുരോഗതിയും ഒക്കെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ലീവിങ് ഔട്ട് നോട്ട് ഈവൻ എ സിംഗിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ വിട്ടുപോകാതെ അവരെ പരിഗണിക്കാതെ എല്ലാവരെയും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും ഒരു വെൽബീയിങ്ങും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അതാണ് മൂന്നാമത്തെ ചലഞ്ച്. The Constitution contains stipulations to protect the socially disadvantaged groups and religious and cultural communities. Through the directive principles, the Constitution set out the goals to be achieved by the states. Poverty had to be eradicated and economic development must be a reality. Okay. അപ്പോൾ നമുക്കറിയാം ഇതിന് വേണ്ടിയിട്ട് അപ്പം എല്ലാവരുടെയും എന്ത് വേണം, വെൽബീയിങ് ഉറപ്പ് വരുത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ടാവും, സോഷ്യലി, എഡ്യൂക്കേഷനലി, എക്കണോമിക്കലി അല്ലെങ്കിൽ കൾച്ചറലി, റിലീജിയസ്ലി ബാക്ക്വേർഡ് അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ടുള്ള കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. ഇവരുടെ ഈ ഒരു വെൽബീയിങ്ങും കൂടെ ഉറപ്പ് വരുത്തുമ്പോഴാണല്ലോ ഓൾ സെക്ഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇവരെ ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒരു മെജോറിറ്റി ഗ്രൂപ്പ് അല്ലാത്തത് കൊണ്ട് ഇവർ ചിലപ്പം ശ്രദ്ധിക്കപ്പെടാതെ പോകാം. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ സമയത്താണ് പ്രോബ്ലംസൊക്കെ ഇവിടെ വരിക.
അപ്പം ആ ഒരു വിഭാഗത്തെ, ആ ഒരു സെക്ഷൻസിനെ പരിഗണിക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭരണഘടനയിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ റിസർവേഷൻ പോളിസിയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്രത്യേക പ്രൊവിഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത സമയത്ത്. ഓക്കെ, അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യണം, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ ബേസിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പിന്നെ ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും എന്ത് ചെയ്യുന്നത്, എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷൻസിന് അത് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിക്കാട്ടുന്ന ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എന്താണ്, എതിരാണ്. അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന്, മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്കെതിരാണെന്നുള്ള രൂപത്തിലായി വരും. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, വെൽബീയിങ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുന്ന ഒരു ഘടകം, ഒരു പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ അത് തന്നെയാണെന്ന് പറയാം. ഓക്കെ, through the directive principles the constitution set out the goals to be achieved by the state. അപ്പം നമുക്കറിയാം ഇതിന് പുറമെ, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനൊക്കെ പുറമെ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് പരിചയമുണ്ട്, +1 ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. അതായത് ഇതെന്തല്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് നടപ്പാക്കിയാൽ നല്ല സൊസൈറ്റിക്ക് വളരെ അധികം ഉപയോഗം, പക്ഷെ നിർബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നടപ്പാക്കാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടും എന്ത് പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം, അത് വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്മക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. പോവർട്ടി ഹാഡ് ടു ബി ഇറാഡിക്കേറ്റഡ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് മസ്റ്റ് ബി എ റിയാലിറ്റി. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, ഇതൊക്കെ എന്ത് വേണം, സമൂഹത്തിൽ കൈവരിക്കണം. എന്നാലേ അത് സമൂഹം അതിൻ്റെ ഉദ്ദേശിച്ച രൂപത്തിൽ നമുക്ക് വെൽബീയിങ് ആണെന്ന് പറയാൻ പറ്റും. In addition to all this, directive principles set out of the objective of welfare of the society to be compulsory achieved by through democratic politics. Introduction of effective policies for poverty eradication and economic development was a real challenge. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ നടപ്പാക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയുടെ അതും മറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓരോ വ്യക്തികൾക്കും ഉള്ളതാണ്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സൊസൈറ്റിയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. സൊസൈറ്റിയിൽ പിന്നെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളൊരു ഇത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ നടപ്പാക്കാൻ ഗവൺമെൻറ് പോളിസികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പല പോളിസിയിലൂടെയൊക്കെ ഗവൺമെൻറ് അത് നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോളിസിയിലൂടെയാണ് നമ്മൾ പോവർട്ടി ഇറാഡിക്കേഷനും അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നത്, പോസിബിൾ ആകുന്നത്. അപ്പോൾ ഈ പോവർട്ടിയും അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള ബാക്ക്വേർഡ്നെസ്സും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലെ, സൊസൈറ്റിയിലെ റിയൽ ചലഞ്ച് അല്ലേ. പോവർട്ടി ഉണ്ടാകുമ്പോഴും എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അവർ എഡ്യൂക്കേഷനിലായിട്ടും കൾച്ചറലായിട്ടും ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ബാക്ക്വേർഡായിട്ട് പോകുന്നത്. അപ്പം പിന്നെ അവരൊരു മൈനോറിറ്റി ഗ്രൂപ്പായിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ മാറും. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ രണ്ടിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വെൽബീയിങ് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചലഞ്ച് നമുക്ക്, ഈ വെല്ലുവിളി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പാർട്ടീഷനാണ്, അതായത് വിഭജനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളും അതൊക്കെയാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ പിന്നെ കുറേ ഭാഗങ്ങളാവും. തുടങ്ങി വെച്ചാൽ പിന്നെ
കംപ്ലീറ്റ് ആവാൻ കുറച്ചുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം ഈ ഒരു 3 ഭാഗം അപ്പോൾ നിങ്ങളിവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ ഒരു ഇന്നെടുത്ത ഭാഗത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഭാഗം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, അത് റിലേറ്റഡ് വിത്ത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, അത് ഒന്നും ആലോചിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് 3 ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ. ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യുണൈറ്റഡ് നാഷൻ, എസ്റ്റാബ്ലിഷിംഗ് ഡെമോക്രസി, ആൻഡ് ദ തേർഡ് വൺ വർക്കിംഗ് ഫോർ ദ വെൽബീയിങ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ എൻറ്റയർ നാഷൻ. അതാണ് തേർഡ് ചലഞ്ച്. ഈ 3 ചലഞ്ചും അതിൻ്റെ ഹെഡിങ് നിങ്ങൾ പഠിച്ചു വെക്കണം എന്തായാലും. കാരണം ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ഹെഡ് മാത്രം മതി. പക്ഷേ ഒരു എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ, അതായത് 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുമില്ല കാര്യം, നമുക്കെന്നാൽ ഇന്ത്യ യുണൈറ്റഡ് ആയിട്ട് ഫോം ചെയ്യണം എന്നവർ നമുക്കറിയാം. ഇവിടെ എന്തുകൊണ്ടാണ് യുണൈറ്റഡ് ആവണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഡൈവേഴ്സിറ്റി ഉണ്ടാവും. ഏതൊക്കെ തരത്തിൽ ഡൈവേഴ്സിറ്റി, കൾച്ചറലായിട്ട്, റിലീജിയസ് ആയിട്ട്, അങ്ങനത്തെ ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, അതൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഡെമോക്രസി, അതായത് ഡെമോക്രാറ്റിക് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് ഇവിടെ പിന്നെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം അത് കോൺസ്റ്റിറ്റ്യൂഷനാണ് അത്തരം ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നത്, ഭരണഘടനയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിന് മൂന്നാമത്തത് വെൽബീയിങ് ആണ്. വെൽബീയിങ് അതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും ഒക്കെയാണ് അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇത് 3ഉം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇത്തരം പോയിൻറ്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3 ചലഞ്ചസ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ അയച്ചിരുന്നുണ്ട്. PDF ഇതിലെ ചലഞ്ചസിനെ പറ്റി എക്സ്പ്ലനേഷൻ ഇല്ല, അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഗ്രൂപ്പിലൂടെ വിട്ടുതരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ ആക്കുക, അല്ലാത്തവർ ജസ്റ്റ് ഈ കാര്യങ്ങളൂടെ ഒന്ന് വായിച്ച് പോകണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ +1 എക്സാമിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് നോക്കുന്ന സമയത്ത് തീരെ എടുക്കാത്ത ഒരു അവസ്ഥ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മുടെ മൈൻഡിൽ ഒരു കോർണർ അത് വെച്ചോട്ടെ, എന്നാൽ വായിക്കുമ്പോൾ ഈസിയാണ്. കാരണം സെപ്റ്റംബർ കഴിഞ്ഞ് പിന്നെ നമ്മുടെ +2 എക്സാമിലേക്ക് സ്വാഭാവികമായിട്ടും പിന്നെ കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ മുന്നിലുള്ള ചലഞ്ചുകളെ തന്നെയാണ്, കുറേ ചലഞ്ച് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ടൈമിൽ. അപ്പോൾ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, ഈസിയാണ് ടോപ്പിക്ക്, ചലഞ്ച് എന്ന് പറയാൻ മാത്രമുള്ള വലിയ ടഫ് ടോപ്പിക്കൊന്നുമല്ല, വായിച്ചു വിടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.